Dear students, സെറ്റ് തിയറിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലോട്ടാണ് നമുക്ക് പോകുന്നത്. സെറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്, ഒരുപാട് തരം സെറ്റുകളുണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 5-10 സെറ്റ്സുകളാണ് നമ്മൾ പറയുന്നത്. എല്ലാ സെറ്റ്സും കൂടി നമുക്ക് പഠിക്കാൻ കഴിയില്ല. പ്രധാനപ്പെട്ട കുറച്ച് സെറ്റ്സുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് സെറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. പേര് തരേണ്ട ഫൈനൈറ്റ് പറഞ്ഞാൽ ഡിഫൈൻഡ് ആണ്. ഇത്ര കറക്റ്റായിട്ട് നമുക്കത് പറയാൻ പറ്റും. ആ സെറ്റുകൾ ഏതൊക്കെയാണ്, സെറ്റ്സിലെ മെമ്പേഴ്സ് ഏതൊക്കെയാണ് കറക്റ്റായിട്ട് പറയാൻ കഴിയുന്നതാണ് ഫൈനൈറ്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഇൻഫൈനൈറ്റ് സെറ്റ് എന്നാൽ ഇൻഫിനിറ്റാണ്, അതായത് അനന്തമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന സെറ്റ്സാണ്. അത് കൗണ്ട് ചെയ്യാൻ സാധ്യമല്ല, അതാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ്, എ സെറ്റ് ഈസ് സെറ്റ് ടു ബി ഫൈനൈറ്റ് ഇറ്റ് ഈസ് കൗണ്ടബിൾ. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഫൈനൈറ്റ് ദ സെറ്റ് ഈസ് കൗണ്ടബിൾ, അതർവൈസ് ഈസ് ഫൈനൈറ്റ്. കൗണ്ടബിൾ ആണെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കും, അതർവൈസ് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കൂ. 1 2 3 4 ആൻഡ് ABCD രണ്ടും തന്നെ കൗണ്ടബിൾ, കറക്റ്റായിട്ട് 4 മെമ്പേഴ്സാണ് അതിലുള്ളത്. അല്ലെങ്കിൽ ABCD എന്ന മെമ്പറാണെന്ന് 1 2 3 4 എന്നതാണ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന മെമ്പേഴ്സ്, അതുകൊണ്ട് തന്നെ ഫൈനൈറ്റ് ആണ്. അതേസമയം അടുത്ത് നോക്കൂ. -3 6 7 എക്സെട്ര. അതിൽ എത്രയോ മെമ്പേഴ്സ് ഉള്ളത്, എത്രയാണെന്നുള്ള കണക്കും അറിയില്ല. അത്തരത്തിലുള്ള സെറ്റുകളെ പറയുന്ന പേരാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. അതാണ് ഫസ്റ്റത്തെ ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് രണ്ടാമതായി പറയുന്നത് ഈക്വാലിറ്റി ഓഫ് സെറ്റ്സ് ആണ്. ഈക്വാലിറ്റി അല്ലെങ്കിൽ ഈക്വൽ സെറ്റ്സ്. ആ പേര് പോലെ തന്നെ ഈക്വാലിറ്റി ഓർ ഈക്വൽസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ മെമ്പേഴ്സ് ആയിരിക്കും. അതായത് മെമ്പേഴ്സും നമ്പേഴ്സും സെയിം ആയിരിക്കും. നമ്പർ ഓഫ് മെമ്പേഴ്സ് സെയിം ആയിരിക്കും, മെമ്പേഴ്സും സെയിം ആയിരിക്കും. അതായത് ഈ സെറ്റിലുള്ള അതേ മെമ്പേഴ്സ് തന്നെയായിരിക്കും ആ സെറ്റിലുണ്ടാവുക. അത് കൂടുതലോ കുറവോ ഉണ്ടാവുക, കറക്റ്റ് എണ്ണവും കറക്റ്റ് ആയിരിക്കും. അത്തരം സെറ്റുകളെയാണ് ഈക്വാലിറ്റി ഓഫ് എ സെറ്റ് അല്ലെങ്കിൽ ഈക്വൽ സെറ്റ്സ് എന്ന് പറയുന്നത്. If A and B are said to be equal and written as A equal to B, A equal to B എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് ഈക്വൽ സെറ്റ്സിനെ. രണ്ടിലും ഒരേ മെമ്പേഴ്സാണ്. ഇവിടെ നോക്കൂ, ഒരു എക്സാമ്പിൾ. A എന്ന് പറയുന്നത് 1 3 4 7 ആണ്. ഇവിടെയും അതേ മെമ്പേഴ്സാണ്. ഓർഡർ മാത്രം തിരിച്ചു കൊടുത്തുള്ളൂ. സെറ്റിൻ്റെ ഉള്ളിൽ ഓർഡറിന് യാതൊരു പ്രാധാന്യവുമില്ല, സെറ്റ്സിൻ്റെ മെമ്പേഴ്സിനാണ് പ്രാധാന്യം. അത് ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും എങ്ങനെയായാലും ഓർഡറിന് യാതൊരു പ്രാധാന്യവും സെറ്റ്സിലില്ല. നോക്കുമ്പോൾ A എന്ന സെറ്റും B എന്ന സെറ്റും ഈക്വലാണ്. 7 3 1 4 അല്ലെങ്കിൽ 1 3 4 7 എന്നുള്ള 4 മെമ്പേഴ്സാണ് രണ്ട് സെറ്റിലുള്ളത്. അതുകൊണ്ട് എയും ബിയും ഈക്വലാണ് എന്ന് പറയാം. ഈക്വൽ ടു B എന്ന് നമുക്ക് പറയാം. അതാണ് ഈക്വൽ സെറ്റ്. ഇനി മൂന്നാമതായിട്ട് പറയുന്നതാണ് ഈക്വലൻ്റ് സെറ്റ്. ഈക്വലൻ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ അതാണ് നിങ്ങൾക്ക് സംശയം തോന്നാൻ ചാൻസ് ഉള്ളത്. ഈക്വലൻ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് സെയിം ആയിക്കോളുന്നില്ല, നമ്പേഴ്സ് മാത്രം സെയിം ആവാം. നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതായത് മെമ്പേഴ്സിൻ്റെ എണ്ണം മാത്രം കറക്റ്റ് ആവും, മെമ്പേഴ്സ് സെയിം ആവണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈക്വാലിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഈക്വലൻ്റ് സെറ്റ് തന്നെയാണ്. പക്ഷേ എല്ലാ ഈക്വലൻ്റ് സെറ്റും ഒരു ഈക്വാലിറ്റി സെറ്റ് അല്ല, അല്ലെങ്കിൽ ഈക്വൽ സെറ്റ് അല്ല. ഇഫ് ദ ഈക്വലൻ്റ് ഓഫ് വൺ സെറ്റ് ക്യാൻ ബി പുട്ട് ഇൻ ടു 1-to-1 കറസ്പോണ്ട്സ് വിത്ത് ദ എലമെൻറ്റ് അതർ സെറ്റ്. അതായത് ഫസ്റ്റിലെ സെറ്റിലെ എല്ലാ മെമ്പേഴ്സിനും കറസ്പോണ്ടൻ്റ് ആയിട്ട് സെക്കൻഡിലെ സെറ്റിൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഈക്വലൻ്റ് സെറ്റ്സ്. ഇപ്പോൾ ABCD 4 സെറ്റ് ഉണ്ട്, അതിന് കറസ്പോണ്ടൻസ് ആയിട്ട് 4 മെമ്പേഴ്സ് മറ്റു സെറ്റിലുണ്ടെങ്കിൽ നമുക്ക് ഈക്വലൻ്റ് സെറ്റ് പറയാം. ഇനി നാലാമതായിട്ട് പറയുന്നത് നൾ സെറ്റാണ്. നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ സീറോ സെറ്റ്സ് എന്നൊക്കെ പറയും. അതായത് ഒറ്റ മെമ്പേഴ്സും ഇല്ലാത്ത സെറ്റിനെയാണ് നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ സീറോ സെറ്റ്സ് എന്ന് പറയുന്നത്. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ നോ എലമെൻറ്റ്സ് ഈസ് കോൾഡ് എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒന്നുകിൽ 2 ബ്രേസുകൾ ഇങ്ങനെ ഇടുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇട്ടാലും എന്താണ്, അതൊരു നൾ സെറ്റാണ്. പിന്നെ അടുത്തപോലെ സബ്സെറ്റാണ്. ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ സെറ്റ് ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് ബി ദെൻ എ ഈസ് കോൾഡ് സബ്സെറ്റ് ഓഫ് ബി റിട്ടേൺ ആസ്. അതായത് എയിലെ എ എന്നുള്ളൊരു സെറ്റ് എടുത്തു, ബി എന്നുള്ള സെറ്റിലെ എല്ലാ എലമെൻറ്റും എയിലുണ്ട് വിചാരിക്കുക. അതായത് ആദ്യം പറഞ്ഞ സെറ്റിലെ എലമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ പിന്നെ അടുത്ത് പറഞ്ഞ സെറ്റിലുണ്ടെങ്കിൽ ആദ്യത്തെ സെറ്റിൻ്റെ സബ്സെറ്റാണ് രണ്ടാമത്തെ സെറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സെറ്റ് എടുത്തു, 1 2 3 4 5 കൊണ്ട് സെറ്റ് എടുത്തു. അതിലെല്ലാ മെമ്പേഴ്സും അടുത്ത് 1 2 3 പറഞ്ഞ ഒരു സെറ്റ് എടുത്തു. അപ്പോൾ ഈ 1 2 3 എന്ന സെറ്റ് ആദ്യത്തെ പറഞ്ഞ 1
2 3 4 5 എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റാണെന്ന് പറയാം. അതാണ് പറയുന്നത്. അതിൻ്റെ ഉള്ള ആണ് ഇത് എന്നുള്ള അർത്ഥം. അത് ഈക്വൽ അത് തന്നെ ആവാം. അതേ സെറ്റും എന്താണ് സബ്സെറ്റ് ആവാന്ന് പറയുമ്പോൾ അതിലെല്ലാ മെമ്പേഴ്സിലും ഉണ്ടാവും. അത് ഈക്വലും ആവാം അല്ലെങ്കിൽ സബ്സെറ്റും ആവാം. If every element of A set is called an element of set B, then A is called subset of B റിട്ടേൺ. അതാണ് എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. അതിനിങ്ങനെയാണ് എഴുതുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലെ എല്ലാ എലമെൻറ്റ്സും എയിലുണ്ടാവും. ഒന്നുകിൽ ബി ഈക്വലും ആവാം അല്ലെങ്കിൽ ബിയിലെ എല്ലാ എലമെൻറ്റ്സും എയിലുണ്ടാകാൻ മതി. ബി കണ്ടെയ്ൻഡ് എ കണ്ടെയ്ൻഡ് ഇൻ ബി എ ഇസ് കണ്ടെയ്ൻഡ്. അത് ബിയിലെ എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ട് എന്നർത്ഥം. പിന്നെ അടുത്തത് പറഞ്ഞത് സൂപ്പർ സെറ്റാണ്. സൂപ്പർ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് സബ്സെറ്റിൻ്റെ നേരെ തിരിച്ച് പറയുമ്പോൾ എ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് എയുടെ സൂപ്പർ സെറ്റാണ്. കാരണം ബി ആണ് എയിൽ എല്ലാ എലമെൻറ്റും ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ബി ആണ് എന്ത് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത്. അതാണ് അടുത്ത് പറയുന്നത്. ഇഫ് എ കണ്ടെയ്ൻഡ് അല്ലെങ്കിൽ എഫ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ ബി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ. സൂപ്പർ സെറ്റ് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ബി സൂപ്പർ സെറ്റ് ഓഫ് എ. മറ്റത് എ സബ്സെറ്റ് ഓഫ് ബി. രണ്ടും ഈ സെയിം തന്നെയാണ്, വാക്കുകളുടെ വ്യത്യാസമുള്ളൂ. ബി എന്ന് പറഞ്ഞാൽ സൂപ്പർ സെറ്റാണ്. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ബി സൂപ്പർ സെറ്റാണ്. ഇനി അടുത്തത് പവർ സെറ്റാണ്. പവർ സെറ്റ് പറയുന്നത് വിച്ച് ഈസ് ദ ഫാമിലി ഓഫ് സബ്സെറ്റ്. ഒരു സബ്സെറ്റിൻ്റെ ഫാമിലി പെട്ടതിനാണ് ഈ പവർ സെറ്റ് എന്ന് പറയുന്നത്. പവർ സെറ്റ് ഓഫ് എ സെറ്റ് എ ഈസ് ഫാമിലി ഓഫ് സബ്സെറ്റ് ഓഫ് എ ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എസ്. അതായത് ഈ ഒരു സബ്സെറ്റിൻ്റെ സബ്സെറ്റിലെ മെമ്പേഴ്സ് തന്നെ വരുന്ന ബാക്കി എല്ലാ സെറ്റുകളെയും നമ്മൾ പറഞ്ഞ പേരാണ് പവർ സെറ്റ്. പറഞ്ഞ പേരാണ് പി ഓഫ് എസ്. അടുത്ത യൂണിവേഴ്സൽ സെറ്റാണ്. അതായത് എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ യൂണിവേഴ്സൽ സെറ്റ് എന്താണ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടാവില്ല. യു എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതായത് ഏറ്റവും വലിയതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് പറയുന്നത്. ഈ ഫോൾ സെറ്റ് അണ്ടർ കൺസിഡറേഷൻ ആസ് സബ്സെറ്റ് ഓഫ് ഫിക്സഡ് സെറ്റ്സ് എ യു, then U is called universal set. Every set has a universe. എല്ലാ സെറ്റും കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ത് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സെറ്റിലും കൂടി കോമൺ ആയിട്ട് ഒരു മെമ്പർ പോലും ഇല്ലെങ്കിൽ അത്തരം സെറ്റ്സുകളെ പറയുന്ന പേരാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. എ എന്നും ബി എന്നും രണ്ട് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു മെമ്പർ പോലും ഇല്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് രണ്ട് സെറ്റ് എയും ബിയും. അപ്പോൾ എ എടുത്തു കഴിഞ്ഞാൽ എയിലും ഒറ്റ മെമ്പറും ബിയിലില്ല എങ്കിൽ അത് പറയുന്ന പേരാണ് എ ഡിസ്ജോയിൻറ്റ് ബി എന്ന്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആയിരിക്കുന്നു. ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതിൻ്റെ മീനിങ്? എയിലും ബിയിലും കൂടി കോമൺ ആയിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. കോമൺ ആയിട്ട് ഉള്ളതിനാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അതിന് നൾ സെറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ടിലും കൂടി കോമൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇൻ്റർസെക്ഷൻ ബി ഈസ് നൾ സെറ്റ്. അതാണ് ഡിസ്ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റത്താണ് പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ്. എ സബ്സെറ്റ് ഈസ് സെറ്റ് ടു ബി എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എ എന്ന് പറയുന്നത് ബീൻ്റെ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ബീൻ്റെ സബ്സെറ്റാണ് എ. പക്ഷേ എ ഒരിക്കലും ബിക്ക് ഈക്വൽ ആവാതിരിക്കുക. അതായത് ഈക്വൽ ടു എന്നുള്ള സംഭവം ഉണ്ടാവില്ല. നമുക്കറിയാം, നമ്മളിവിടെ മുന്നേ പറയുമ്പോൾ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എന്നുള്ള അർത്ഥം പറയും. ഇതിൽ ഈക്വൽ ടു എന്നുള്ള സംഭവം ഇല്ല എങ്കിൽ അതിനെ പ്രോപ്പർ സബ്സെറ്റ് എന്നാണ് പറയുക. അതായത് ഈക്വൽ ആയിരിക്കില്ല. 1 2 3 4 5 എന്നുണ്ടെങ്കിൽ 1 2 3 4 5 എന്നുള്ളൊരു സബ്സെറ്റ് ഉണ്ടാവില്ല. അതിലുള്ള ബാക്കി ഒരു എലമെൻറ്റ് കുറഞ്ഞുകൊണ്ടുള്ള ഏതും എന്താണ് പ്രോപ്പർ സബ്സെറ്റാണ്. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയാണ് ടൈപ്സ് ഓഫ് സെറ്റ്സ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.